ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ, കാണാനും കഴിക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു സ്വീറ്റ് നിങ്ങൾ ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം, അത്രയ്ക്കും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ 4 ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ ക്യാരറ്റ് ചെറിയ പീസാക്കി ഒന്ന് കട്ടാക്കി എടുക്കണം. ഇതിപ്പോൾ ക്യാരറ്റെല്ലാം ഞാൻ ഇതുപോലെ തന്നെ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇതൊന്ന് അടിച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ ഞാൻ നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒട്ടും തന്നെ കട്ടയൊന്നുമില്ല. ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ അടിച്ചു വെച്ച ക്യാരറ്റ് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ക്യാരറ്റ് നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടണം. അതുവരെ ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊരു 5 മിനിറ്റോളം ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ വറ്റി വരും. അപ്പോഴേക്കും ക്യാരറ്റ് നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലെ ക്യാരറ്റും പാലും നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടണം. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവ അഥവാ തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റോസ്റ്റഡ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അത് ഇതുപോലെ കുറേശ്ശെയായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് റവ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തിക്കാൻ വല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചായിട്ട് ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കിട്ടണം. ഇതിപ്പോൾ റവ നല്ല രീതിയിൽ തന്നെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. റവ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ലൊരു തിക്കായിട്ട് വരും. ഇത് ഈ ഒരു രീതിയിലായിട്ട് ഇതുപോലെ ഒരു 2 മിനിറ്റ് ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിനൊരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു രീതിയിലേക്കായിട്ട് മാറും. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് അപ്പം തന്നെ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഫുള്ളായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമുക്കിതൊരു ബോളിൻ്റെ ഷേപ്പാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് കയ്യിൽ ഇതുപോലെ ഓയിലോ ബട്ടറോ എന്തെങ്കിലും പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ തന്നെ ഒട്ടും തന്നെ ക്രാക്ക് ഇല്ലാണ്ട് നമുക്ക് ഇതുപോലുള്ള ബോളാക്കി എടുക്കാം. ഇതിപ്പോൾ ഒരു ഗുലാബ് ജാമുൻ്റെ ആ ഒരു സൈസൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ഞാൻ മൊത്തത്തിൽ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതിവിടെ ഞാൻ മൊത്തത്തിൽ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി ഈ ബോൾസ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തിട്ടും കൂടി എടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനായിട്ട് ഇതുപോലൊരു സ്റ്റീമറിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പിൽ ഒരു 1/4 ഭാഗത്തോളാണെന്നുണ്ടാവും പഞ്ചസാര ഇട്ട് കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഈ പാല് നല്ല രീതിയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച ബോൾസ് ഇട്ട് കൊടുക്കാം. ഈ ബോൾസ് നമ്മൾ സ്റ്റീം ചെയ്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് സ്റ്റീം ചെയ്യാൻ നോക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബോൾസ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോഴേക്ക് ഈ ബോൾസിലൊക്കെ ഇതിൻ്റെ പാല് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുതിർന്ന് കിട്ടും. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അതിനായിട്ട് വേറൊരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറിന് പകരം അരിപ്പൊടിയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കാം. ഇനി ഈ മിക്സ് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈയെടുക്കാണ്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം.
നമ്മൾ ഇളക്കി കൊടുക്കാണ്ടിരുന്നെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനും ഓവറായിട്ട് കട്ടിയാവാനും ചാൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു സ്വീറ്റ് ഓവറായിട്ട് കട്ടിയാവേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കൂടുതൽ കോൺഫ്ലവർ ചേർക്കാണ്ട് 1 ടേബിൾ സ്പൂൺ മാത്രം കോൺഫ്ലവർ ചേർത്തത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സായി കിട്ടണം. ഒരു 2 മിനിറ്റോളം നല്ലപോലെ ഒന്ന് തിളച്ചിട്ടും കിട്ടണം കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയും കൂടുതൽ വെച്ചാൽ കൂടുതൽ കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇത്രയും മതി. അപ്പം അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്വീറ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് ചൂടോട് കൂടി തന്നെ നമുക്ക് സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബോൾസ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടോട് കൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ 1 മണിക്കൂറോളം ഫ്രിഡ്ജ് നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷം കഴിക്കാനും നല്ല അടിപൊളിയാണ്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ടുള്ള അടിപൊളി സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്നൊരു പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി സ്വീറ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.